ഒരു വീട്ടിലേക്ക് കയറിപ്പോയ ആണ് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഒരു പെണ്ണ്, മാക്സി ധരിച്ച പെണ്ണ് വന്നിട്ട് വാതിലിങ്ങനെ തുറന്നു. വീട്ടിൽ വരേണ്ട ആളാണ് എന്ന് ബോധ്യപ്പെട്ടു. പെണ്ണ് വാതിൽ തുറന്നു കൊടുത്തിട്ട് നേരെ തിരിഞ്ഞു നടക്കുകയാണ് അടുക്കളയിലേക്ക്. വന്നാണ് ബെഡ്റൂമിലേക്ക് പോയി. അയാൾ കുളിച്ച് വൃത്തിയാകുമ്പോഴേക്കും ഈ പെണ്ണ് പ്ലേറ്റ് എടുത്തിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മേലെ ടക്ക് എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് വെച്ചിട്ട് ഒരു ഒച്ചയുണ്ടാക്കി. എന്തിനാ ഒച്ചയുണ്ടാക്കിയത്? ഞാൻ ഫുഡ് കൊണ്ടുവച്ചു എന്നതിൻ്റെ അടയാളമായിട്ടാണ്. ആണ് വന്ന് ഭക്ഷണം കഴിച്ചു. 2-3 കുഞ്ഞുങ്ങൾ അവരുടെ മൂലയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ഈ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് തലയിട്ട് നോക്കും, ഈ മനുഷ്യൻ കഴിച്ചോ ഇല്ലേ. അവസാനം വാഷ് ബേസിൽ വെള്ളം വീഴുന്ന ഒച്ച കേൾക്കുമ്പം കഴിച്ചു എന്ന് ഉറപ്പ് വന്നു. എന്നിട്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് ഇവൾ അടുക്കളയിലേക്ക് പോയി. അതിൻ്റെ ബാക്കി ഇവളും കഴിച്ചു. എന്നിട്ട് ഇവൾ കിടന്നുറങ്ങാൻ വേണ്ടി. സത്യത്തിൽ മെഷീൻ എങ്ങനെയാണോ പ്രവർത്തിക്കുക ഒരു വീട്ടിൽ, അതുപോലെ പ്രവർത്തിച്ചു. ഈ വീട്ടിനെ കുറിച്ചായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ഒരിക്കലും ഒരു കബറിടമാകരുത് എന്ന് പ്രാർത്ഥിച്ചു, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർത്താനവും ഇല്ല, ഒരു അനക്കവും ഇല്ല, ഒരു പൊഞ്ചിരിയില്ല, ഒരു എനർജി ഇല്ല. എന്തേ ഭർത്താവ് കയറി വരുമ്പോൾ തന്നെ ഭാര്യ മുമ്പിൽ വന്നിട്ടൊരു സലാം പറഞ്ഞില്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ് ഒന്നിച്ച് ചേർന്ന് പോയി മക്കളെയൊക്കെ അടുത്ത് പോയി അവരെയൊക്കെ ഒന്ന് തൊട്ട് അടുക്കളയിൽ ചെന്ന് ഭാര്യ ഉണ്ടാക്കിയ കറി ഒഴിച്ച് ഒന്ന് കയ്യിൽ ഒഴിച്ച് ടേസ്റ്റ് നോക്കി രണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വീടിൻ്റെ അകത്ത് ഒരു എനർജി ഉണ്ടാവും, ഒരു ഊർജ്ജമുണ്ടാവും, ഒരു ജീവനുണ്ടാവും. അതില്ലെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ അകത്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല. ആ വീട് ഒരു ഇലക്ട്രോണിക് വീട് അങ്ങനെ വിളിക്കുമല്ലോ നമ്മൾ. ടി വി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, ഈ മൈക്രോവേവ് ഓവനുണ്ട്. പക്ഷേ ജീവിതത്തിൽ എന്തോ ഒരു മനുഷ്യപ്പറ്റ് ഇല്ലാത്ത വീട് ഉണ്ടായിപ്പോവുക, അത് സങ്കടമാണ്. നമ്മൾ അതിൽ നിന്നുമല്ല. ഞാനൊരു വീട്ടിൽ ഒരു ദിവസം ഒരു ഉമ്മമ്മയെ കണ്ട് വർത്താനം പറയണം അടുക്കളയിൽ. ഉമ്മമ്മക്ക് വയസ്സ് 10-60 വയസ്സുണ്ട്. ഉമ്മമ്മയോട് ചോദിച്ചു, ഈ അടുക്കളയിലെ കോളിംഗ് ബെല്ലിന് നേരെ ഒരു മഞ്ഞ ബൾബ്, ഒരു പച്ച ബൾബ്, ഒരു നീല ബൾബ് ഇങ്ങനെ കത്തുന്നു. ഉമ്മമ്മയോട് ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ 4-5 ബൾബുകൾ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മമ്മ പറഞ്ഞു, ഈ നീല ബൾബ് ജമീലാൻ്റെയാ, പച്ച ബൾബ് ആയിഷൂൻ്റെയാ, മഞ്ഞ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള മുനീറാൻ്റെയാന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. ഉമ്മമ്മ വിശദീകരിക്കുന്നത്, ജമീലാനെ ഭർത്താവ് വിളിക്കുമ്പോൾ ബെല്ലടിക്കും ഓളെ ബെഡ്റൂമിൽ നിന്ന്. അന്നേരം ഇവിടെ ഒരു ബൾബ് കത്തും. അന്നേരം എന്നെയാ വിളിച്ചിരുന്ന് ഓള് മനസ്സിലാക്കിയിട്ട് പോകാനുള്ള ബൾബ് ഉണ്ടാക്കി വെച്ചിരിക്കാമെന്ന് ചോദിച്ചു. അത്ര പോലും പേര് ചൊല്ലിയിട്ടങ്ങ് വിളിക്കുന്ന ഒരു അന്തരീക്ഷമൊന്നും ഇല്ല. ഞാൻ ഉമ്മമാനോട് ചോദിച്ചു, നിങ്ങളെന്താ വിളിക്കലെന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, എന്നെ ആയുസൂന്ന് അങ്ങ് വിളിക്കും, ഞാനപ്പോൾ അങ്ങ് പോകും. കണ്ടോ? അപ്പോൾ ആ പ്രായമുള്ളവർ കാണിക്കുന്ന എനർജിയുടെ കൈമാറ്റം പോലും പല വീട്ടിൻ്റെ അകത്തുമില്ല. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു ഊർജ്ജമാണ്, അതൊരു കൊടുക്കൽ വാങ്ങലാണ്, അതൊരു ശക്തിയാണ്. അല്ലാണ്ട് ഉള്ളിൽ അങ്ങ് ഒളിപ്പിച്ച് വെക്കുന്ന ഒരവസ്ഥയില്ല. എനിക്ക് പണ്ടൊക്കെ എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് ഈ ഒരുപാടല്ല, ഈ അക്ഷരം എഴുതാത്ത അറിയാത്ത ആളുകൾക്ക് കത്തെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഗൾഫിലൊക്കെ ഭർത്താക്കന്മാരുള്ള സ്ത്രീ വിശ്വാസമുള്ള കുട്ടികളല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ കത്തിലെ വരികൾ, പ്രിയേ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു പെട്ടിയുണ്ടാക്കി, അതിൻ്റെ അകത്ത് പെട്ടിയുണ്ടാക്കി, അതിൻ്റെ അകത്തൊരു പെട്ടിയുണ്ടാക്കി, ആ തീപ്പെട്ടി പോലത്തെ പെട്ടിയിൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്തുകളുണ്ട്. അന്ന് ഞാൻ അങ്ങ് എഴുതി കൊടുത്തു. പക്ഷേ ഇന്നൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പഠിച്ചോനെ എന്തൊരു തമാശയാണ്. സ്നേഹം ഒരിക്കലും അങ്ങനെ പെട്ടിയുടെ ഉള്ളിലാക്കി ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. സ്നേഹം പ്രകടിപ്പിക്കപ്പെടണം. വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവ് അരമണിക്കൂർ നേരത്തെ എത്തിയാലും പ്രശ്നം, ലേറ്റായാലും പ്രശ്നം. നേരത്തെ എത്തിയ ഭാര്യൻ്റെ വക ഒരു കമൻറ്റ്, ഓ അല്ലാ ഇന്നെന്താ എത്ര നേരത്തെ എത്താൻ തോന്നിയേ, കണ്ടോ എത്തിയതിനൊന്നും നല്ലത് പറഞ്ഞില്ല. ലേറ്റ് ആയാലോ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തൂലല്ലോ, ഇവിടുത്തെ കാര്യം നോക്കാൻ നേരമില്ലല്ലോ, കണ്ടു, അങ്ങനെയും കിട്ടും. മറിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതൊരു ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഊഷ്മളമായി ഒന്ന് ചിരിച്ച് വർത്താനം പറയുന്ന ഭാര്യയും ഭർത്താവും കാണും. മക്കൾക്ക് തോന്നും, അൽഹംദുലില്ലാ ഈ വീട് എന്തോ ഒരു സുഖമുള്ള വീട്, അവിടെ പ്രശ്നമില്ല. ഞാൻ നിങ്ങൾക്കൊരവസരം കൂടി തരാൻ ബഹുമാനപ്പെട്ട തങ്ങളുടെ സമ്മതത്തോടു കൂടി വേണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകൾ, കാരണം നമ്മളൊരു അസർ നിസ്കരിക്കാത്തവരാണ്, ഞാനൊരു കറക്റ്റ് സമയത്തിന് കൊണ്ടുവച്ച് നിർത്തും. ഇപ്പോൾ കുടുംബം കുട്ടികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് ഞാൻ ഈ സെഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, കുട്ടികളുടെ വളർച്ച, പ്രശ്നങ്ങൾ, പേരൊന്നും പറയേണ്ട, ആണാണോ പെണ്ണാണോ എത്ര വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ നിങ്ങളെ പേരൊന്നും പറയേണ്ട, എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരവസരം തരാം. ഒരു കുഞ്ഞു കഷ്ണം കടലാസും പേനയും ഇവിടെ കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ, ഉണ്ടാവില്ല അല്ലേ?
പെട്ടെന്ന് പറ്റില്ല. കൊടുക്കാമായിരുന്നു, അല്ല ഏതെങ്കിലും ഒരു നിലയ്ക്ക്. ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് മൈക്ക് ഉപയോഗിച്ച് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യാം. എങ്ങനെ വന്നാലും നമ്മൾ അസ്ർ നിസ്കരിക്കേണ്ട പാകത്തിൽ പെരിയും. ആരും ടെൻഷൻ അടിച്ചിട്ട് ഇവിടെ ഇരിക്കേണ്ട. ഒരു നല്ല സദസ്സായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹം, മവദ്ദത്ത് എന്ന് ഖുർആൻ പറയുന്ന ഈ വാക്ക് അത് സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. പല വീട്ടിൽ നിന്ന് ഈ ഒളിച്ചോടി പോക്കും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താണ്? സ്നേഹത്തെ മനസ്സിലാക്കി അടിസ്ഥാനപരമായി തിരിച്ചറിഞ്ഞ് അവരെ ഇടപെടുന്ന ഒരു രീതി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സ്നേഹം എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്? സ്നേഹത്തിന് 5 ലക്ഷണങ്ങളുണ്ട്. നമ്മൾ പഠിച്ചേ പറ്റും. 5 രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയതമയോട്, നിങ്ങളുടെ പ്രിയതമനോട്, നിങ്ങളുടെ കുട്ടികളോട് സ്നേഹം കാണിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മളിൽ എത്ര പേർ, നിങ്ങളിതിന് ഉത്തരവൊന്നും പറയണ്ട, മനസ്സിനോട് പറഞ്ഞാൽ മതി. നിങ്ങളിൽ എത്ര പേർ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫാക്കി ഈ മൊബൈലിനെ ദൂരെ മാറ്റിവെച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ഭക്ഷണം കഴിഞ്ഞിട്ടോ ഭാര്യയും ഭർത്താവും മക്കളും ഇങ്ങനെ ഒരുമിച്ച് വെറുതെ ഇരുന്ന് എന്തെങ്കിലും വർത്തമാനം പറയുന്ന ഒരു കുഞ്ഞു സഭ കൂടാൻ എത്ര വീട്ടിലുണ്ട് അതിന് സമയം? ആർക്കും നേരമില്ല. ഉള്ള സമയത്ത് ഈ മൊബൈലിൻ്റെ മേലെ കൂടുന്ന ആളുകളാണ് അധികം. അതുകൊണ്ട് തന്നെ സ്നേഹപൂർണമായ ഇടപെടലുകൾ വളരെ കുറവാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന കുട്ടികളോ അവരും ഈ മൊബൈലിൻ്റെ അഡിക്റ്റാവും. എന്ത് നല്ല പെരുമാറ്റമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? എത്ര നന്നായി മദ്രസ വിദ്യാഭ്യാസം കൊടുത്തിട്ട് എന്താ കാര്യം? അവരുടെ തലച്ചോറിലെ ഈ സാധനം കയറി നിൽക്കുക. അവർ മൊബൈലിൽ നേരത്തെ വന്ന ജനറേഷനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, നമുക്ക് ഈ സാധനം കിട്ടിയത് ഇപ്പം അടുത്ത കാലത്താണ്. നമ്മളിപ്പോഴാണ് ഇതിനെ കൊണ്ട് തൊടാനും ഇതിനെ തൊട്ട് കൂട്ടാനൊക്കെ തുടങ്ങിയത്. നമ്മുടെ വീട്ടിൽ ഇപ്പം ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ? ആ കുഞ്ഞ് ഇതിൻ്റെ ഇടയിലാണ് വന്ന് ജനിക്കുന്നത്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം ഉമ്മ പ്രസവിക്കുന്ന സമയത്ത്, ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ കയ്യിൽ ടെൻഷൻ കൊണ്ട് മുമ്പ് മൊബൈലിൽ ഗെയിം കളിക്കുക. പ്രസവിച്ച് കഴിഞ്ഞാൽ നാട്ടിലെല്ലാം വിളിച്ചു പറയാനും വാട്സപ്പിൽ വിവരം അറിയിക്കാനും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. പാല് കൊടുക്കുന്ന സമയത്ത് കേരളത്തിലെ പല ഉമ്മമാരും കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഇങ്ങനെ, കാരണം ഇത് പാലോ വാങ്ങി കുടിച്ചോളും, എന്നാൽ ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സമയം എടുത്തോട്ടെ എന്ന് വെച്ച് വളരെ മാരകമായ പ്രശ്നമാണ്. ഈ പാല് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് ഞാനതിലേക്ക് ഇന്ന് കുറച്ച് കാര്യം പറയാം. പാല് കൊടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പാല് കൊടുക്കുന്ന സമയത്ത് ഈ ഉമ്മാൻ്റെ ചിന്ത കുഞ്ഞിനെ വളർത്തും. ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. പാല് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് പാല് മാത്രമല്ല കിട്ടുന്നത്. എനിക്ക് 87 വയസ്സുള്ള വളരെ പ്രായം ഉള്ള ഉമ്മാൻ്റെ മകനാണ് ഞാൻ. അല്ലാഹു അവർക്കും നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ്. എൻ്റെ വാപ്പ നേരത്തെ മരിച്ചു പോയതാണ്. അപ്പം ഉമ്മയെ ഞാൻ മിനിഞ്ഞാന്ന് ചെന്ന് കണ്ടിട്ടുണ്ട്. ഉമ്മാൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഉമ്മാൻ്റെ കയ്യിൽ ചുംബിച്ചിട്ടുണ്ട്, ഉമ്മാൻ്റെ നെറ്റിയിൽ ചുംബിച്ചിട്ടുണ്ട്. എനിക്കറിയാം വീട്ടിലെ ഏറ്റവും ഇളയ മകനായ എന്നെ വളർത്തുന്ന സമയത്ത്, പാല് തരുന്ന സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ ചിന്ത എന്തായിരിക്കും? പഠിച്ചോനെ, ഈ മോൻ ഇങ്ങനെ പഠിക്കുകയോ വളരെയൊക്കെ ചെയ്ത് മനുഷ്യന്മാരെ കാണുന്ന ഒരാളാകണമെന്ന് ഉമ്മ ആഗ്രഹിച്ചത് കൊണ്ടേ നമുക്കതാകാൻ പറ്റുള്ളൂ. അത് പാല് കൊടുക്കുന്ന സമയത്ത് അതാണ്. ഉമ്മ കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കും, ഉമ്മാൻ്റെ മാറിടത്തിൽ കുഞ്ഞ് ചാഞ്ഞു വീഞ്ഞ് കിടക്കും.